സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാതയ്ക്ക് എതിരായ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ നൽകിയ പാരിസ്ഥിതിക അനുമതി റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യം. വയനാട് പ്രകൃതി സംരക്ഷണ സമിതി സമർപ്പിച്ച ഹർജിയാണ് തള്ളിയിരിക്കുന്നത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. സാലി, സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് വയനാട് തുരങ്കപാത, നമ്മുടെ നാടിന്റെ മുഖം മാറ്റുന്ന പദ്ധതി. അതിനെതിരെയാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത്. പ്രകൃതി സംരക്ഷണ സമിതിയാണ് ഈ ഹർജി നൽകിയത്. ഈ ഹർജി തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവന് കോടതിയുടെ ഉത്തരവിൻ്റെ പൂർണ്ണ വിവരമൊന്നും ലഭ്യമായിട്ടില്ല. കോടതി കൃത്യമായി ഹർജി തള്ളിയിട്ടുണ്ട്. ഈ ഹർജിക്കാരൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം, ഇതിൽ പാരിസ്ഥിതിക ആഘാത പഠനം കൃത്യമായി നടത്തിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ വിദഗ്ധരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇതിന് അനുമതി നൽകിയത്. മാത്രമല്ല, ഇതൊരു പരിസ്ഥിതി ലോല മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. പാരിസ്ഥിതികമായ ഒട്ടേറെ കാര്യങ്ങൾ ഇതിൽ മറച്ചു വെച്ചിട്ടാണ് റിപ്പോർട്ടിന് അപേക്ഷ നൽകിയത്. ആ റിപ്പോർട്ടിനുള്ള അപേക്ഷ മറച്ചുവെച്ച വിവരങ്ങൾ പരിശോധിക്കാതെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇതിന് അനുമതി നൽകുകയായിരുന്നു. അതുകൊണ്ട് അനുമതി റദ്ദാക്കണം, ഇതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ഏതായാലും അതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ശക്തമായ നിലപാടെടുത്തു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പറഞ്ഞത് ഇത് കൃത്യമായി പഠനം നടത്തിയിട്ടുണ്ട്, വിദഗ്ധരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയത്. ഈ മേഖലയിലെ ഗതാഗത പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനും ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും ഉള്ള സംവിധാനം ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇങ്ങനൊരു തുരങ്കപാത നിർമ്മാണത്തിലേക്ക് കടന്നത്. സംസ്ഥാന സർക്കാർ അനുമതിക്ക് അപേക്ഷ നൽകുകയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇതിനെക്കുറിച്ച് വിശദമായി പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അനുമതിയിലേക്ക് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അനുമതി നൽകണം, കോടതി ഇടപെടരുത് എന്നതായിരുന്നു ആവശ്യം. അങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാം ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയായിരുന്നു. ഒട്ടേറെ ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. ഒടുവിൽ ഈ ഹർജികളെല്ലാം കൂടി പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുന്ന ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിലേക്ക് മാറ്റുകയും ഒരുമിച്ചത് കേൾക്കുകയും ഒരുമിച്ച് ഉത്തരവ് പറയുകയുമായിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഹർജി എന്ന് പറയുന്നത് ഈ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി എന്ന് പറയുന്ന അവിടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു പരിസ്ഥിതി സംഘടനയുടേതായിരുന്നു. അവരായിരുന്നു ഏറ്റവും കൂടുതൽ എതിർപ്പ് ഉന്നയിച്ചതും ഈ ഹർജിയിൽ പ്രധാനമായി നിലകൊണ്ടതും. പക്ഷേ ഹൈക്കോടതി അതിന് അനുമതി നൽകിയില്ല. മുൻപ് ഇതിൻ്റെ തറക്കല്ലിടൽ ദിവസത്തിന് മുമ്പ്, അതായത് മുഖ്യമന്ത്രി പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ സമാനമായ ഹർജികൾ ഹൈക്കോടതിയിലെത്തുകയും ഈ ഉദ്ഘാടനം തന്നെ തടയണമെന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തു. അന്നും കോടതി അതിൽ ഇടപെട്ടിരുന്നില്ല. അങ്ങനെ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഉദ്ഘാടന ചടങ്ങ് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു. പിന്നീടാണ് ഇതിൽ വിശദമായി വാദം കേട്ട് ഇന്ന് ഉത്തരവ് പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഹർജി തള്ളിക്കൊണ്ട് കോടതി ഉത്തരവിടുകയായിരുന്നു. സാലി പറഞ്ഞതുപോലെ, ഒന്ന് ഗതാഗതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതിനൊക്കെ വലിയ തോതിൽ പരിഹാരമാകുന്ന ഒരു പദ്ധതിയാണ് വയനാട് തുരങ്കപാത എന്ന് പറയുന്നത്. എല്ലാ വിധത്തിലുള്ള പഠനങ്ങളും നടത്തി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ പരിഹരിച്ചാണ് ആ പദ്ധതി ഇത്രയും എത്തിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹൈക്കോടതി ഉത്തരവ് വരുന്നതോടുകൂടി അത്തരത്തിൽ പ്രകൃതിയുടെ പേരിൽ ആശങ്കകൾ പരത്താനുള്ള ശ്രമങ്ങൾ കൂടിയല്ലേ അവസാനിക്കുന്നത്? ഇനി ഏറ്റവും ലളിതമായി പറഞ്ഞാൽ സർക്കാരിന് തടസ്സങ്ങളില്ലാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാമല്ലേ? തീർച്ചയായും. അതായത് ഇതിൽ ഏറ്റവും മർമ്മപ്രധാനമായത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന അനുമതിയാണ്. ആ അനുമതി ചോദ്യം ചെയ്യുകയാണ് അവർ ചെയ്തത്. അതൊരു നിയമപ്രശ്നമായിരുന്നു. ആ അനുമതിക്ക് വേണ്ടി ആശ്രയിച്ച റിപ്പോർട്ട് വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് എന്നുള്ളതാണ്. വളരെ ഗൗരവതരമായ ഒരു ആക്ഷേപമാണ് അവർ ഉന്നയിച്ചത്. കോടതി അതിൽ വിശദമായി പരിശോധന നടത്തി. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എങ്ങനെയാണ് ഇതിൽ പഠനം നടത്തിയതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി. ഈ ഹർജി വന്ന ദിവസം തന്നെ ഹൈക്കോടതി പറഞ്ഞത് ഇതിൽ വിശദമായൊരു സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട്, ഇതൊരു ഗൗരവതരമായ വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഹർജിയിലേക്ക് അന്ന് കടന്നത്. ഈ വർഷം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൂടെയാണ് ഈ ഹർജി കോടതിയിലെത്തുകയും അതിൻ്റെ വിശദമായ ഭാഗത്തിലേക്ക് കടക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്ത്. അപ്പം ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ വിഷയത്തിൻ്റെ ഗൗരവം കോടതി ബോധ്യപ്പെട്ട് പരിശോധിച്ചതാണ്. അപ്പോൾ കൃത്യമായി പരിശോധന നടന്നതാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ഒരു ഹർജി വന്നു, അത് കോടതി എടുത്ത് തള്ളുകയല്ല ചെയ്തത്. കോടതി അതിൽ വിശദമായ റിപ്പോർട്ട്, സത്യവാങ്മൂലം സർക്കാരുകളോടും ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇതിനൊരു പരിസ്ഥിതി അനുമതി നൽകിയത്, എന്ത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. ഈ പദ്ധതി എന്താണ് എന്ന് സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചു. രണ്ട് സർക്കാരുകളും വിശദമായി കോടതിയെ ബോധ്യപ്പെടുത്തി. അത് പരിശോധിച്ചിട്ട് കൂടി തന്നെയാണ് ഇതിപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ അർത്ഥം ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ പരിശോധന നിയമതലത്തിൽ
കോടതി തലത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനി തടസ്സത്തിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ ആളുകൾ ഇനി സുപ്രീം കോടതിയിൽ പോയി ഹൈക്കോടതി നൽകിയ ഉത്തരവിനെതിരായ ഒരു അപ്പീലുമായി പോകണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യാതൊരു തരത്തിലുള്ള തടസ്സവും ഈ പദ്ധതിക്ക് ഇനിയില്ല. സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാം. വയനാട് ആ മേഖലയുമായി ബന്ധപ്പെട്ട ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഇങ്ങനൊരു തുരങ്കപാത തന്നെ കൊണ്ടുവന്നത്. ആ തുരങ്കപാതയെ തുടക്കത്തിൽ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമം വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ ഏതായാലും അതിൽ കോടതിയിലെത്തി. കോടതി ആ അട്ടിമറി നീക്കത്തെ തടഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.